നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഗ്യാൻവാപി മസ്ജിദിൽ നിന്ന് സ്ഥലത്ത് അമ്പലം പണിയുമെന്ന വിദ്വേഷ പ്രസ്താവനയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400 സീറ്റ് നേടിയാൽ ഗ്യാൻവാപി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമെന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പശ്ചിമ ബംഗാളിലെ ബാരക്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 17ാം നൂറ്റാണ്ടിൽ ഗ്യാൻവാപി നിലനിന്ന സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു. തുടർന്ന് ജനുവരി 31-ന് വാരണാസി കോടതി സമുച്ചയത്തിന്റെ നിലവറയിൽ പ്രാർത്ഥന നടത്താൻ ഹിന്ദുക്കളെ അനുവദിച്ചിരുന്നു. ഗ്യാൻവാപി നിലനിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണേണ്ടത് അമ്പലമാണ്. അതിനായി നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രാമക്ഷേത്ര സ്ഥലത്ത് വീണ്ടും ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നില്ലെന്നും നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി 400 സീറ്റ് എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1992 ഡിസംബറിൽ സംഘപരിവാർ ശക്തികൾ തകർത്ത ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജനുവരി 22-ന് മോദിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഹിമന്ത ബിശ്വ ശർമ്മ പ്രധാനമന്ത്രിക്ക് ഇനിയും പൂർത്തിയാക്കാൻ നിരവധി ജോലികളുണ്ടെന്നും അതിനായി നിങ്ങൾ കൂടെ നിൽക്കണമെന്നും വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് തടയാൻ കഴിയില്ലെന്നും ശർമ്മ പറഞ്ഞു. തർക്കസ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണമെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഡിസംബറിലെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പുതിയ വിദ്വേഷ പരാമർശം.